ഇൻസ്റ്റഗ്രാം പ്രണയം അവസാനിച്ചത് കൊലപാതകത്തിൽ. എൻ്റെ ഈ പുറകിൽ കാണുന്ന വീട്ടിൽ താമസിച്ചിരുന്ന ആതിര എന്ന് പറയുന്ന 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരി. കഠിനകുളം ദേവീക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന രാജീവിൻ്റെ ഭാര്യയായിരുന്നു ഈ ആതിര. ജോൺസൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമായി കുറച്ചധികം കാലമായി ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെടുകയും അവർ പ്രണയത്തിലാവുകയും ചെയ്യുകയായിരുന്നു. ഈ പറയുന്ന ജോൺസണ് ഇടക്കാലത്തൊരു സംശയമുണ്ടായി, ഈ ആതിര ഉപേക്ഷിച്ചിട്ട് പോകും എന്നുള്ളത്. ഈ കൊലപാതകം നടക്കുന്ന ആ ദിവസം വെളുപ്പിന് 6 മണിക്ക് ജോൺസൺ ഈ വീടിൻ്റെ പരിസരത്തെത്തുകയും 5:30 മണിക്ക് ഈ രാജീവ് എന്ന് പറയുന്ന തിരുമേനി അമ്പലത്തിൽ പോവുകയും 8:30 മണിക്ക് ഇവരുടെ കുട്ടി സ്കൂളിൽ പോവുകയും ചെയ്തതിന് ശേഷം ഈ പറയുന്ന ജോൺസൺ ഈ വീടിനകത്ത് കയറുകയും ഇവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് അവിടെ വെച്ച് ഇവർ തമ്മിൽ കോംപ്രമൈസ് ആവുകയും ചെയ്തു. സംസാരിച്ചിരിക്കുന്ന സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തതിന് ശേഷമായിരുന്നു ഈ പറഞ്ഞ ആതിരയെ കഴുത്തിലേക്ക് കുത്തിക്കയറ്റി ജോൺസൺ കൊല ചെയ്യുന്നത്. ഇപ്പം എല്ലാവരുടെയും കാര്യമല്ല, ഇപ്പോൾ നിലവിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് കല്യാണം കഴിഞ്ഞിട്ട് മറ്റൊരാളുമായി സൗഹൃദത്തിലായിരിക്കുന്ന അല്ലെങ്കിൽ പ്രണയത്തിലായിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വെറുതെയെങ്കിലും തമാശയ്ക്കെങ്കിലും നിങ്ങളുടെ ഈ കാമുകനോടൊന്ന് ചോദിച്ചു നോക്ക്, നമുക്ക് തമ്മിൽ കല്യാണം കഴിച്ചാലോ, നമുക്ക് ഒരുമിച്ച് ജീവിച്ചാലോ, ഞാൻ കൂടെ ഇറങ്ങി വരട്ടെ എന്ന്. അപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് ഈ പറയുന്ന കാമുകന്മാരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന്. ഈ പറയുന്ന വിവാഹം കഴിഞ്ഞ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നത് ഒരിക്കലും അതൊരു പ്രണയമല്ല, വെറും കാമത്തിന് വേണ്ടി മാത്രമാണ്, കാമം തീർക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ പണത്തിന് വേണ്ടി. ഇൻസ്റ്റഗ്രാം വഴിയും ഫേസ്ബുക്ക് വഴിയും ഇതുപോലെ സൗഹൃദം നടിച്ചു വരുന്ന 100 കണക്കിന് ആളുകൾ നമ്മളുടെ ഈ പറയുന്ന ഈ കേരളത്തിൽ തന്നെയുണ്ട്. നിങ്ങളോട് ചിലപ്പം നിങ്ങൾ കഴിച്ചോ, നിങ്ങൾ കുടിച്ചോ, നിങ്ങൾ കുളിച്ചോ, നിങ്ങൾ ആഹാരം കഴിച്ചോ, നിങ്ങൾക്ക് പനിയായ ശുശ്രൂഷിക്കാനൊന്നും ചിലപ്പം ഭർത്താക്കന്മാർക്ക് കഴിഞ്ഞെന്ന് വരത്തില്ല. അതിനൊക്കെ ഒരുങ്ങി കാമുകന്മാർ റെഡിയായി നിൽപ്പുണ്ട്. പക്ഷേ അതൊന്നും ഒരിക്കലും ഒരു സ്നേഹമല്ല എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കണം.